തീർച്ചയായും അപ്പോഴും ഈ സൂചിപ്പിക്കുന്നത് പോലെ ഗർഭഛിദ്രത്തിന് ശേഷമുള്ള ഭ്രൂണം ഈ സ്ത്രീ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തസാമ്പിളുകളടക്കം അന്വേഷണ സംഘവും പരിശോധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ യുവതിയുമായി സഹകരിച്ചുകൊണ്ട് അത്തരമൊരു പരിശോധനയിലേക്ക് പോലും കടക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഞാൻ ഡാനിലേക്ക് തിരികെ എത്താം. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 പരാതികൾ ആണ് ഉള്ളത് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ആദ്യം അതിജീവിത നൽകിയിട്ടുള്ള പരാതി, ആ പരാതിയിലായിരുന്നു നിർബന്ധിത ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷേ ഗർഭഛിദ്രം നടത്തിയ പശ്ചാത്തലത്തിൽ തന്നെ ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന തരത്തിലുള്ള ഒരു സമീപനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നത് നമുക്കറിയാം. ഗർഭഛിദ്രം നടന്നു കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ അത് തെളിയിക്കപ്പെടുക എന്നത് അല്പം ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ രംഗത്തെ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുകയും ചെയ്തത്. രണ്ടാമത്തെ പരാതിയാകട്ടെ ഒഫീഷ്യലായൊരു പരാതി ലഭിച്ചത് KPCCക്കാണ്. KPCC മുന്നോട്ട് നൽകിയ പരാതിയിന്മേലാണ് പോലീസ് സംവിധാനം കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിലും ആ പെൺകുട്ടി ആ പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിയമ പോരാട്ടത്തിനുണ്ടോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ അന്വേഷണ സംഘത്തിന് ചില പരിമിതികളുണ്ട്. പക്ഷേ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ പരാതി അങ്ങേയറ്റം സ്ട്രോങ് ആണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പ്രത്യേകിച്ച് ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം പോലും പുറത്തു പോയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഒരു പരാതി പോലീസിന് ലഭിക്കുന്നു, ആ പരാതിയിന്മേൽ പോലീസിന് പരാതി ലഭിച്ചത് ഇമെയിൽ വഴിയാണ് എങ്കിൽ പിന്നീട് ഈ പെൺകുട്ടിയുടെ മൊഴി അത് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കി എന്നതാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം വീഡിയോ കോളിംഗ് സംവിധാനമുണ്ട്, അതിലൂടെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. പിന്നീട് മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോ ഒരു തരത്തിലുമുള്ള അറിവോ സൂചനയോ ലഭിച്ചിരുന്നില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഇതിനു മുമ്പ് നമുക്കറിയാം കണ്ണാടിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആയിരുന്നു ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ടുണ്ട് എന്നും പോലീസ് നടപടിയെടുക്കുന്നുവെന്നുമുള്ള സൂചന ലഭിച്ചത്. തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടം മുങ്ങുകയും ചെയ്തു. ഇവിടെ അതിനുള്ള അവസരം പോലും നൽകിയില്ല. രാത്രി ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഈ ഹോട്ടലിലേക്ക് എത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡി എടുത്തത് എന്നത് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കേസിൽ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഈ പെൺകുട്ടി നൽകിയിട്ടുള്ള വിവരങ്ങൾ അങ്ങേയറ്റം ഗൗരവതരമുള്ളത് ആയി മാറുന്നത്. അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ നിലനിൽക്കുന്നത്. എന്താണ് ആ ആരോപണങ്ങൾ എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. ആ ഘട്ടത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ ആണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അത് ഒരു തെറ്റായിപ്പോയ ഒരു മെസ്സേജ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നമ്പറിലേക്ക് തെറ്റായി വന്ന ഒരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ നമ്മളത് കൃത്യമായി സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ പോലും അതെന്തുമായിക്കൊള്ളട്ടെ സോഷ്യൽ മീഡിയ വഴിയുള്ള ബന്ധം സ്ഥാപിക്കുന്നു. ആ ബന്ധമാണ് പിന്നീട് ഇത്തരത്തിലൊരു സൗഹൃദം വളരുകയും അതൊരു വിവാഹ വാഗ്ദാനത്തിലേക്കടക്കം എത്തുകയും ചെയ്തത്. അങ്ങനെയാണ് 2024 ഏപ്രിൽ 8 തിരുവല്ലയിലെ ക്ലബ് ഹോട്ടലിലേക്ക് രാഹുൽ മാങ്കൂട്ടം ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നത്. ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുമ്പോൾ ആ പെൺകുട്ടിയോട് വ്യക്തമാക്കിയിരുന്നത് താനൊരു പൊതുപ്രവർത്തകനായതുകൊണ്ട് തന്നെ തനിക്ക് ചില പരിമിതികളുണ്ട്. നേരത്തെ ഒരു ടീ കുടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കാമെന്നത് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടം ഈ ഒളിവിൽ പോയതിനു ശേഷം പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് പാലക്കാട്ടെ വോട്ടെടുപ്പ് ദിവസമായിരുന്നു. അന്ന് രാഹുൽ മാങ്കൂട്ടം മാധ്യമപ്രവർത്തകരോടുള്ള ചോദ്യത്തിന് ഇനി എന്താണ് പരിപാടി എന്ന് ചോദിച്ചപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി ഇനിയൊരു ചായ കുടിക്കണം എന്നുള്ളതായിരുന്നു. അതെന്തുമായിക്കൊള്ളട്ടെ ഈ മുറിയിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ ആ മുറി ബുക്ക് ചെയ്യിപ്പിച്ചത് ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നെ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പെൺകുട്ടിയെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിക്കാൻ കാരണവും ഈ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എന്നറിയിച്ചാണ്. അങ്ങനെ പെൺകുട്ടിയെ ഉച്ചയ്ക്ക് 1:15 ആണ് രാഹുൽ മാങ്കൂട്ടം ഈ മുറിയിലേക്ക്, ഈ പെൺകുട്ടിയുടെ മുറിയിലേക്ക് എത്തിയത് എന്നതാണ്. മുറിയിലെത്തിയതിനു ശേഷം അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് തന്നെ ഇരയാക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നതാണ് ഈ പെൺകുട്ടി പ്രധാനമായും പരാതിയുടെ ഉള്ളടക്കമായി പറഞ്ഞിട്ടുള്ളത് എന്നതാണ്. വൈകിട്ട് 3 മണി വരെ ഉപദ്രവം തുടർന്നു എന്നതും ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഉപദ്രവത്തെ തുടർന്നാണ് ഗർഭിണിയായത് എന്നതാണ് പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഗുരുതരമാകുന്ന ആരോപണങ്ങൾ ആണ്
പെൺകുട്ടി ഉന്നയിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് വിവാഹ വാഗ്ദാനം നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുകൾ പരിശോധിക്കുമ്പോൾ എല്ലാ പരാതികളിന്മേലും പൊതുവായി ഉയർന്നു വരുന്ന ഒരു കാര്യം എന്നത് ഈ പെൺകുട്ടികൾക്കെല്ലാം വിവാഹ വാഗ്ദാനം നൽകുന്നു, അതോടൊപ്പം തന്നെ തനിക്ക് കുഞ്ഞു വേണം, അതായത് ഈ ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിന് വേണ്ടി കുഞ്ഞു വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു എന്നതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ മൂന്നാമത്തെ പരാതിയിലും ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുശേഷവും രാഹുലുമായുള്ള ഒരു ബന്ധം തുടർന്നിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. കാരണം 2024 ഏപ്രിൽ 14 വിഷു ആശംസിച്ചുകൊണ്ടുള്ള സന്ദേശം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നും അറിയുന്നു. പിന്നീട് ഈ വിവാഹ ആവശ്യത്തിലേക്ക് കടന്നപ്പോഴാണ് കൂടുതൽ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചത്. അങ്ങനെയാണ് യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്ത് ഈ യുവതിയുമായി സാമ്പത്തിക ഇടപാടുകളടക്കം രാഹുൽ മാങ്കൂട്ടം നടത്തിയിരുന്നു എന്നതും പരാതിയുടെ ഭാഗമായി തന്നെ പുറത്തുവരുന്ന സാഹചര്യങ്ങളാണ്. അതിൽ തന്നെ ചെരുപ്പ് വാങ്ങാൻ പോലും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ചെരുപ്പ് വാങ്ങിക്കുന്നതിന് പോലും തുക ആവശ്യപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 10,000 രൂപ രാഹുലിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറി എന്ന് പറയുന്നു. അപ്പോൾ ഈ അക്കൗണ്ട് വിശദാംശങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് താൻ വലിയ തോതിൽ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നത് വ്യക്തമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമ്പത്തിക സഹായം ആവശ്യപ്പെടുകയും അങ്ങനെ 10,000 രൂപ സാമ്പത്തിക സഹായമായി നൽകി എന്നുമാണ് പറയുന്നത്. ഒപ്പം ഫെനിയുടെ അക്കൗണ്ടിലേക്ക് 5,000 രൂപ നൽകിയതായും ആരോപണം ഉണ്ട്. ഇങ്ങനെ വലിയ ആരോപണങ്ങൾ തന്നെയാണ്, ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് പെൺകുട്ടി ഉയർത്തിയിട്ടുള്ളത് എന്നതാണ് പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത്. ഞാൻ ഡാനിലേക്ക് തന്നെ പോകുമ്പോൾ, ഡാൻ, ഏറെ വിചിത്രമാണ് ഈ കാര്യങ്ങൾ എന്നതാണ്. പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു, അതിനുശേഷവും സൗഹൃദം തുടരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു, വിവാഹം ചെയ്തു കൊള്ളാം എന്ന വാഗ്ദാനം നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ഏറ്റവും ഒടുവിലാണ് അത് ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നത്. ഇതിൽ ഏതാണ്ട്, അതായത് MLA ആയി ജയിച്ചതിന് ശേഷവും ബന്ധം തുടർന്നിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതായത് സാമ്പത്തിക സഹായം അത് ആവശ്യപ്പെട്ടിരുന്നു, ഫ്ലാറ്റ് വാങ്ങാൻ തുക ആവശ്യപ്പെട്ടു, ഏതാണ്ട് 1 കോടി രൂപയിലധികം ആണ് ആവശ്യപ്പെട്ടത്. 3 മുറിയുള്ള ആഡംബര ഫ്ലാറ്റാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു സാഹചര്യം. അതിൽ ഈ പെൺകുട്ടി തിരിച്ച് 2 മുറിയുള്ള ഫ്ലാറ്റ് പോരെ എന്ന് ചോദിക്കുമ്പോൾ അത് പോരാ എന്ന് പറയുന്ന സാഹചര്യം. അങ്ങനെ ഫ്ലാറ്റ് വാങ്ങാൻ കൂടി പണം ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയൊക്കെ ഒരു പക്ഷേ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ചുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. കാരണം നേരത്തെ ഈ 2 അതിജീവിതമാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരം അതിജീവിതമാർ മറ്റുള്ളവരുണ്ട് എന്നോ, ഇതുപോലെ തന്നെ പോലെ തന്നെ മറ്റ് സ്ത്രീകളുമായി രാഹുലിന് ബന്ധമുണ്ട് എന്നോ, അവരൊക്കെ സമാനമായ തരത്തിൽ തന്നെ ചതിക്കപ്പെടുന്നു എന്നതൊക്കെ അറിയണമെന്നില്ല ഈ സ്ത്രീയും. അങ്ങനെ ഒരു പശ്ചാത്തലമാണുള്ളത്. അപ്പോൾ ലൈംഗികമായ ചൂഷണം നടക്കുന്നു, വിശ്വാസവഞ്ചന നടത്തുന്നു, അസാമ്പത്തികമായ ചൂഷണത്തിന് കളമൊരുക്കുന്നു. ഒപ്പം ഈ പദവി, ഈ ആഡംബര ഫ്ലാറ്റ് MLA ആയതിന് ശേഷമാണ് ആവശ്യപ്പെട്ടത് എന്നതാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പദവിയടക്കം ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ മൂന്നാമത്തെ പരാതി എല്ലാ അർത്ഥത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് പൂട്ടുന്ന തരത്തിലേക്ക് എത്തുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ കേസിൻ്റെ ഈ 3 പരാതികൾക്കും സമാനമായ തരത്തിലുള്ള ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഈ പരാതികൾ ഉയരുന്നതിന് മുമ്പ് തന്നെ ക്രൈംബ്രാഞ്ച് ശേഖരിച്ച വിവരശേഖരണത്തിനിടയിൽ ലഭിച്ചിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ പരാതി നൽകാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല. അങ്ങനെ ക്രൈംബ്രാഞ്ച് രൂപം നൽകിയ പ്രത്യേക അന്വേഷണ സംഘം നിശ്ചലമാകുന്ന തരത്തിലേക്ക് എത്തി. നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് പരാതിയുമെത്താൻ ഈ ഇരയാക്കപ്പെട്ടവർ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് പെയ്ഡ് PR അടക്കം നടക്കുന്നു. അവർ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലേക്ക് രാഹുലിനെ എതിർത്ത രാഷ്ട്രീയ നേതാക്കളെയും അതോടൊപ്പം മറ്റു തരത്തിൽ വിമർശനം ഉന്നയിച്ചവരെയുമൊക്കെ വലിയ തരത്തിൽ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത്, അതിൻ്റെ ഇരകൾ തങ്ങളായി മാറുമോ എന്ന ഉൾഭയം അവർക്കുണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.